മാർപ്പാപ്പയുടെ ഒരു പരമാചാര്യ കാലഘട്ടത്തിൽ ഈ ലാറ്ററൻ ബസിലിക്കയുടെ ഒരു പ്രാധാന്യം അതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിൽ നിന്ന് നമുക്ക് ആ പരമാചാര്യ കാലഘട്ടത്തിൽ ലാറ്ററൻ ബസിലിക്ക എത്രത്തോളം ഒരു സ്വാധീനം ചെലുത്താനുള്ള ഒരു സാധ്യതയുണ്ട്? ജോർജി മുൻപ് സൂചിപ്പിച്ചതുപോലെ 324 AD 324 തുടങ്ങുന്ന ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ഏറ്റവും പുരാതനമായ ബസിലിക്കകളിൽ ഒന്നാണ് ലാറ്ററൻ ബസിലിക്ക. മാർപ്പാപ്പമാരുടെ ആസ്ഥാനം 1000ഓളം വർഷം പാപ്പാമാർ അവിടെ താമസിച്ചുകൊണ്ടാണ് റോമിനെയും സാർവത്രിക സഭയും എല്ലാം നയിച്ചിരുന്നത്. എന്നാൽ അവിഞ്ഞോൺ പ്രവാസത്തിന് ശേഷം 1378 ഗ്രിഗറി 11 പാപ്പ പ്രവാസം കഴിഞ്ഞ് തിരിച്ച് അദ്ദേഹം ലാറ്ററൻ ബസിലിക്കയ്ക്ക് പകരം അദ്ദേഹം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് പോവുകയും അവിടെയാണ് പിന്നീട് ഇപ്പോൾ ഉള്ള രീതിയിലുള്ള താമസങ്ങൾ മാർപ്പാപ്പമാരുടെ റെസിഡൻസ് സ്ഥലമാകും. അപ്പോൾ നീണ്ട നൂറ്റാണ്ടുകൾ 1000ഓളം വർഷം സഭയുടെ ഭരണ കേന്ദ്രമായിരുന്നു. എങ്കിലും റോമാസ് രൂപതയുടെ ആസ്ഥാന സ്ഥാനിക ദേവാലയം ഇപ്പോഴും ലാറ്ററൻ ബസിലിക്കയാണ്. മാർപ്പാപ്പയുടെ കത്തീഡ്രൽ ബസിലിക്ക എന്നതാണ് അറിയപ്പെടുന്നത്. അതിന്റെ ടൈറ്റിൽ ഒരുപക്ഷെ ലോകത്തിലെ ബസിലിക്കകളുടെ കത്തീഡ്രലുകളുടെ ഒക്കെയും അമ്മയും അതുപോലെ അതിന്റെ ഹെഡും എന്നുള്ള ഒരു ടൈറ്റിൽ ലത്തീൻ ഭാഷയിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഓംനിയം ഊർബിസ് എത്ത് ഓർബിസ് എക്ലേസിയാരും മാറ്റർ എത്ത് കാപ്പുത് എന്ന് പറഞ്ഞാൽ മദർ ആൻഡ് ഹെഡ് ഓഫ് ഓൾ ചർച്ചസ് ഇൻ ദ സിറ്റി ആൻഡ് ഓഫ് ദ വേൾഡ്. അപ്പം റോമ നഗരത്തിലെ തന്നെ ഉള്ള ബസിലിക്കകൾ മാത്രമല്ല, ലോകത്തെങ്ങും ഉള്ള ബസിലിക്കകളുടെ എല്ലാം അമ്മയാണ്. അതുപോലെ അതിന്റെ എല്ലാ ബസിലിക്കകളുടെ ഹെഡാണ് ഈ ലാറ്ററൻ ബസിലിക്ക. ഒരുപക്ഷെ നമ്മൾക്ക് ആ ഒരു അതിന്റെ ചരിത്രപരമായ സ്ഥാനത്തെക്കുറിച്ച്, പ്രാധാന്യത്തെക്കുറിച്ച്, ലാറ്ററൻ ബസിലിക്കയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും അധികം ചർച്ച ചെയ്യാറില്ല. എപ്പോഴും കൂടുതൽ ഇപ്പോൾ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ലോകത്തെങ്ങുമുള്ള ബസിലിക്കകളുടെ അമ്മയും അതിന്റെ ഹെഡുമാണ് എന്നുള്ള ഒരു ടൈറ്റിൽ പേറുന്ന ദേവാലയമാണ് ലാറ്ററൻ ബസിലിക്ക. ഇനി അതിന്റെ ചരിത്രപരമായ മറ്റ് ചില പ്രാധാന്യങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ 4 സാർവത്രിക സൂനകദോസുകൾ ഈ ബസിലിക്കയ്ക്കുള്ളിൽ കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. 1123 മുതൽ 1215 വരെ. അതുപോലെ അത് വീണ്ടും 4th ലാറ്ററൻ സൂനകദോസ്, അതുപോലെ തന്നെ 1512 അതുപോലെ 1517 ഇങ്ങനെ നിരവധി സാർവത്രിക സൂനകദോസുകൾ കൂടിയിട്ടുള്ള വിശ്വാസങ്ങളുടെ ഡെഫിനിഷൻസ് നടന്നിട്ടുള്ള ചരിത്രപരമായ പ്രാധാന്യമുള്ള ദേവാലയമാണ് ഈ പറയുന്ന ലാറ്ററൻ ദേവാലയം. അതുപോലെ തന്നെ ഇറ്റലിയും വത്തിക്കാൻ സിറ്റിയും തമ്മിൽ നടന്നിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്, അതാണ് ലാറ്ററൻ ട്രീറ്റി എന്ന് പറയുന്ന ലാറ്ററൻ ഉടമ്പടി. ഈ ലാറ്ററൻ ഉടമ്പടി നടക്കുന്നത് ഈ ദേവാലയത്തിൽ ഇതിനോട് ചേർന്നാണ്. അങ്ങനെയാണ് അത് ലാറ്ററൻ ഉടമ്പടി എന്ന് തന്നെ അറിയപ്പെടുന്നത്. അപ്പോൾ ചരിത്രപരമായി ഒരുപാട് പ്രാധാന്യമുണ്ട്. അതിനേക്കാൾ ഉപരി 7 മാർപ്പാപ്പമാർ അവിടെ അവരെ സംസ്കരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലയോ 13 പാപ്പായുടെ ശവകുടീരം ഉൾപ്പെടുന്ന സ്ഥലമാണ്, സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ലാറ്ററൻ ബസിലിക്ക എന്നുള്ളത് അതിൻ്റെ ഒരു വലിയ പ്രത്യേകത കൂടെയാണ്. ലയോ 13 മാർപ്പാപ്പയുടെ ഒരു ശൈലികളുടെ നിലപാടുകളുടെ തുടർച്ച ലയോ 14 പാപ്പ ആരംഭിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ലാറ്ററൻ ബസിലിക്കയിൽ വെച്ച് നടക്കുന്ന ഈ സ്ഥാനാരോഹണ ചടങ്ങിന് അതിനാൽ തന്നെ ഒരു സവിശേഷമായ പ്രാധാന്യം കൈവരുന്നുണ്ട്. ഒരുപക്ഷെ സഭയെ ആധുനിക ലോകത്തിലേക്ക് അതിന്റെ ദിശയെയും ചിന്തയെയും ഒക്കെ പ്രവർത്തനത്തെയും ഒക്കെ തിരിച്ചുവിട്ട ആധുനിക മാർപ്പാപ്പമാരിൽ അല്ലെങ്കിൽ സഭാശൈലി ആധുനികവൽക്കരിച്ചവരിൽ സുപ്രധാനമായ സ്ഥാനമുള്ള ആളാണ് ലയോ 13 പാപ്പ. അപ്പൊ അദ്ദേഹത്തിന്റെ കബറിടം ലാറ്ററൻ ബസിലിക്കയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ റോമാ സഭയുടെ അല്ലെങ്കിൽ സാർവത്രിക സഭയുടെ ഒരു ഭരണസിരാ കേന്ദ്രമായിരുന്നു. അതുപോലെ തന്നെ ഒരു അഭിമാന നിർമ്മിതിയാണ് ലാറ്ററൻ ബസിലിക്ക എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. മറ്റൊരു കാര്യം കൂടി വെച്ചാൽ, ഇപ്പം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അദ്ദേഹത്തിൻ്റെ പരമാചാര്യ കാലഘട്ടത്തിൽ സുപ്രധാനമായിട്ടുള്ള ചില ഡോക്യുമെൻറ്റുകളുടെ അടിയിൽ ഫ്രം ലാറ്ററൻ ബസിലിക്ക എന്ന് രേഖപ്പെടുത്തിയിരുന്നു. അങ്ങനെ പല മാർപ്പാപ്പമാരും ചെയ്തതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിൻ്റെ പിന്നിലൊരു കാരണം കൂടി അങ്ങ് വ്യക്തമാക്കാം. തീർച്ചയായിട്ടും ജോർജി, റോമാ സഭയുടെ മെത്രാൻ എന്നുള്ളതാണ് മാർപ്പാപ്പമാരുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഗ്രൗണ്ട് പൊസിഷൻ എന്ന് പറയുന്നത്. റോമിന്റെ മെത്രാൻ സാർവത്രിക സഭയുടെ തലവൻ ആകുന്നു എന്നുള്ളതാണ് പരമ്പരാഗതമായ സഭയുടെ കീഴ്വഴക്കം. അപ്പോൾ മാർപ്പാപ്പമാർ ആ ഒരു പ്രാധാന്യത്തെ, റോമാ സഭയുടെ മെത്രാൻ വിശുദ്ധ പത്രോസാണ് ആദ്യത്തെ റോമിന്റെ മെത്രാനെങ്കിൽ ആ പത്രോസിന്റെ പിൻഗാമി എന്നുള്ള പറയുമ്പോൾ തന്നെ റോമിന്റെ മെത്രാനാണ് അദ്ദേഹം. അതുകൊണ്ട് ആ ഒരു പ്രാധാന്യം റോമാ സഭയ്ക്ക്, സാർവത്രിക സഭകൾക്കിടയിലുള്ള വലിയൊരു പ്രാധാന്യത്തെ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാൻ
അതുപോലെ തന്നെ ആയിരക്കണക്കിന് വർഷങ്ങളിലെ അപ്പസ്തോലിക ശ്ലൈഹിക ശുശ്രൂഷകളുടെ പിന്നെ സ്ഥിരാകേന്ദ്രമായിരുന്ന ലാറ്ററൻ ബസലിക്ക അവഗണിക്കപ്പെട്ട് പോകാതിരിക്കാൻ അതിന്റെ ചരിത്രപരമായ അതിന്റെ സ്ഥാനത്തെ എന്ന് പറഞ്ഞാൽ AD 324 മുതൽ ഉള്ള ചരിത്രപരമായ ആ ബസലിക്കയുടെ സ്ഥാനത്തെ ഓർപ്പിക്കുന്നതിന് വേണ്ടി, അത് ചരിത്രത്തിൽ വിസ്മരിക്കപ്പെട്ടു പോകാൻ പാടില്ല, ആ ഒരു കാര്യം നിലനിർത്തുന്നതിന് വേണ്ടി കൂടിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ഒരു തന്റെ പല ഔദ്യോഗികമായ കത്തുകളും അതുപോലെ ഡിക്രികളും കൽപ്പനകളും ഒക്കെ ലാറ്ററൻ ബസിലിക്കയിൽ വെച്ച് അദ്ദേഹം റോമിന്റെ മെത്രാൻ എന്നുള്ളതിൽ അവിടുത്തെ ഓഫീസിൽ വെച്ച് അദ്ദേഹം നിർവഹിച്ചിരുന്നത്. ഇനി മാർപ്പാപ്പ റോമിന്റെ മെത്രാൻ ആണെങ്കിലും റോമാ രൂപതയുടെ ഡേ ടു ഡേ കാര്യങ്ങൾ, ഭരണകാര്യങ്ങൾ അദ്ദേഹത്തിന് ഈ ഭാരിച്ച സാർവത്രിക സഭയുടെ തലവൻ എന്നുള്ള ഉത്തരവാദിത്തമുള്ളതുകൊണ്ട് നിർവഹിക്കാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ വികാരിയോ കാർദിനാലെ എന്ന ഒരു പൊസിഷനിൽ മാർപ്പാപ്പയുടെ വികാരിയായിട്ട് അവിടെ റോമിന് ഒരു ആർച്ച് ബിഷപ്പ് ഉണ്ട്, കാർഡിനൽ ഉണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേര് കാർഡിനൽ ബാൽത്തസാര റൊയ്ന എന്നാണ്. ഇപ്പോഴത്തെ പാപ്പായുടെ വികാരി അല്ലെങ്കിൽ ആർച്ച് പ്രീസ്റ്റ് ഓഫ് ദ ലാറ്ററൻ ബസിലിക്ക എന്ന ആ പൊസിഷനിൽ അറിയപ്പെടുന്നത് കാർഡിനൽ ബാൽത്തസാര റൊയ്ന ആണ്. അപ്പോൾ അദ്ദേഹമാണ് റോമാ രൂപതയുടെ ഡേ ടു ഡേ കാര്യങ്ങൾ, അവിടുത്തെ ഒരു രൂപതയുടെ അജപാലനപരമായ കാര്യങ്ങൾ, റോമിലെ വൈദികരുടെ ചുമതലകൾ, അതോടൊപ്പം തന്നെ അദ്ദേഹത്തോട് ചേർന്ന് 4 സഹായ മെത്രാന്മാരും കൂടി റോമാ രൂപതയ്ക്കുണ്ട്. റോമാ രൂപതയെ 4 റീജിയനായി തിരിച്ചു, 4 സഹായ മെത്രാന്മാരുണ്ട്. ഇങ്ങനെയാണ് റോമാ രൂപതയുടെ ദൈനംദിനമായ കാര്യങ്ങൾ. മാർപ്പാപ്പ അതിന്റെ ബിഷപ്പാണെങ്കിലും അദ്ദേഹം ഒരു വികാരിയെ നിയമിച്ചുകൊണ്ട് ഡേ ടു ഡേ അജപാലന പ്രവർത്തനങ്ങളെല്ലാം അദ്ദേഹം വഴിയാണ് നിർവഹിക്കുന്നത്. അപ്പോൾ മാർപ്പാപ്പമാർ അവരുടെ ആ സ്ഥാനിക ദേവാലയം, അതിന്റെ ഭരണപരമായ ചരിത്രപരമായ പ്രാധാന്യം അത് ഉറപ്പിക്കുന്നതിന് വേണ്ടി ഫ്രാൻസിസ് പാപ്പ തീർച്ചയായിട്ടും ആ ഒരു കീഴ്വഴക്കം അദ്ദേഹം പാലിച്ചു പോന്നു. അപ്പോൾ ലെയോ 14 പാപ്പായും ആ ഒരു കീഴ്വഴക്കം പാലിക്കുമോ? ചരിത്രപരമായ ലാറ്ററൻ ബസലിക്കയുടെ ഭരണസിരാകേന്ദ്രം എന്നുള്ള ആ ഒരു സ്ഥാനത്തെ അടിയുറപ്പിച്ച് അവർ ആ ഒരു കീഴ്വഴക്കം അവർ കാത്തുസൂക്ഷിക്കുമെന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഒരു കൗതുകത്തിന്റെ വിഷയമായിട്ട് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, മറ്റൊരു കാര്യം കൂടി വെച്ചാൽ ഇപ്പോൾ ലാറ്ററൻ ബസിലിക്കയുടെ ഉള്ളിലേക്കൊക്കെ നമ്മൾ പ്രവേശിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ വത്തിക്കാൻ കാണിക്കുന്നുണ്ട്. വളരെ ഒരു പ്രത്യേക ഒരു ആത്മീയ അനുഭൂതി ഒരു വിശ്വാസിക്ക് അത് സമ്മാനിക്കുന്നില്ലേ? പ്രത്യേകിച്ച് 12 ശിഷ്യന്മാരുടെ ആ രൂപങ്ങളാണ് അൾത്താരയിലേക്കുള്ള ആ ഒരു ഇടനാഴിയിൽ അത് സ്ഥിതി ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ മാമോദിസ തൊട്ടി, അത് വളരെയധികം ഒരു ചരിത്ര പ്രാധാന്യമുണ്ട് അതിന്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആ ദേവാലയത്തിൻ്റെ മുഖവാരത്ത് സ്ഥിതി ചെയ്യുന്ന വേദപാരംഗതരുടെ ആ ഒരു തിരുസ്വരൂപങ്ങൾ, ഒപ്പം തന്നെ ചില തിരുശേഷിപ്പുകൾ, അമൂല്യമായിട്ടുള്ള ചില തിരുശേഷിപ്പുകൾ, വിശുദ്ധ പത്രോസിൻ്റെയും വിശുദ്ധ പൗലോസിൻ്റെയും തലയൂട്ടിയുടെ തിരുശേഷിപ്പുകൾ, ഒപ്പം ലാസ്റ്റ് സപ്പർ അത് ചെയ്ത ആ ടേബിളിൻ്റെ ആ മേശയുടെ തിരുശേഷിപ്പ്, വിശുദ്ധ പത്രോസ് മുതൽ നിരവധി മാർപ്പാപ്പമാർ അർപ്പിച്ച പരിശുദ്ധ കുർബാന അർപ്പിച്ച മേശയുടെ തിരുശേഷിപ്പുകൾ, അങ്ങനെ അമൂല്യമായിട്ടുള്ള ചില തിരുശേഷിപ്പുകളുടെ ഒരു അമൂല്യ നിധി തന്നെയല്ലേ ലാറ്ററൻ ബസിലിക്ക? അതിൻ്റെ ഒരു ആത്മീയ വശം കൂടി അങ്ങൊന്ന് പങ്കുവയ്ക്കാം. തീർച്ചയായിട്ടും ഇങ്ങനെ തിരുശേഷിപ്പുകളുടെ ഒരു വലിയ ഒരു ശേഖരം ലാറ്ററൻ ബസിലിക്കയിലുണ്ട്. ജോർജി, അതിനോട് ചേർന്ന് നമ്മൾ പ്രേക്ഷകരുമായിട്ട് റോമിൽ പോയിട്ടുള്ള ആളുകൾക്കൊക്കെ പരിചിതമായിട്ടൊരു കാര്യമുണ്ട്. ഇതിനോട് ചേർന്നാണ് സാന്താ സ്കാല എന്നറിയപ്പെടുന്ന ഈ പ്രത്തോറിയത്തിലെ പീലാത്തോസിന്റെ അടുത്തേക്ക് ഈശോ കയറി ചെന്നു എന്ന് പറയുന്ന ആ ഒരു പടികൾ അത് കൊണ്ടുവന്ന് സൂക്ഷിച്ചിരിക്കുന്നതും, അത് റോമിലെ ഏറ്റവും വലിയ ഒരു ഭക്താഭ്യാസമാണ്. മുട്ടിന്മേൽ ആ പടികൾ കയറി ചെല്ലുക ഒരു പെനിറ്റൻഷ്യൽ ഒരു പരിഹാരത്തിന്റെ ഒരു കർമ്മം കൂടിയായിട്ടാണ് ആ ദേവാലയം ഇതിനോട് ചേർന്നാണ് ആ ഒരു ചാപ്പൽ സ്ഥിതി ചെയ്യുന്നത്. ലാറ്ററൻ ബസിലിക്കയുടെ പരിസരത്ത് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ആത്മീയമായിട്ട് തിരുശേഷിപ്പുകളുടെ ചരിത്രപരമായ സഭയുടെ വിശ്വാസത്തിന്റെ ശേഷിപ്പുകളുടെ ഒക്കെയും ഒരു സംരക്ഷണ സ്ഥലം കൂടിയാണ് ഈ ലാറ്ററൻ ബസിലിക്ക എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിന് ചരിത്രപരമായ വലിയൊരു പ്രാധാന്യമുണ്ട്. ഇനി നമ്മൾ മറ്റൊരു കാര്യം, റോമിൽ 4 മേജർ ബസിലിക്കകളാണ് ഉള്ളത്. സഭയിൽ 4 മേജർ ബസിലിക്ക. അതിൽ ഏറ്റവും പ്രഥമ ബസിലിക്കയാണ് ലാറ്ററൻ ബസിലിക്ക. അതുകൊണ്ടാണ് അത് അറിയപ്പെടുന്ന മാത്തർ എത്ത് കാപ്പൂത്ത്, ലോകത്തിലെ എല്ലാ സഭകളുടെയും മദർ ആൻഡ് ഹെഡ് ഓഫ് ഓൾ ബസിലിക്ക. അതാണ് അതിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രാധാന്യം ഉള്ള ലാറ്ററൻ ബസിലിക്ക, രണ്ടാമത് സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക, 3 മരിയ മജോറെ, 4 സെന്റ് പോൾസ് ബസിലിക്ക. ഇങ്ങനെ 4 മേജർ ബസിലിക്കകളാണ് കത്തോലിക്ക സഭയിലുള്ളത്. പിന്നീടുള്ള മൈനർ ബസിലിക്കകളുണ്ട്. ഇതിനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതെല്ലാം നവോത്ഥാന കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു 15-ാം നൂറ്റാണ്ടിന് തുടർന്നാണ് ഇപ്പോൾ കാണുന്ന ഈ മഹാനിർമ്മിതികളൊക്കെയും തുടങ്ങുന്നത്.
ഇത് കാണുന്നത് നവോത്ഥാനത്തെക്കുറിച്ച്, റിനൈസൻസിനെ കുറിച്ച് ചരിത്രത്തിലൊക്കെ നമ്മൾ പലതും പഠിക്കും. കലയുടെ, സാഹിത്യത്തിന്റെ ഒക്കെ വലിയ നവോത്ഥാനങ്ങൾ നടന്നതിനെ കുറിച്ച് പറയും. യഥാർത്ഥത്തിൽ ജോർജി, നമ്മൾ അഭിമാനത്തോടെ പറയേണ്ടത് റിനൈസൻസ് എന്ന് പറയും, നവോത്ഥാനം എന്ന് പറയുന്നത് അതിന്റെ തുടക്കക്കാരിയും അതിന്റെ ഏറ്റവും വലിയ എൻകറേജ്മെന്റ് ഫോഴ്സ് എന്ന് പറയുന്നതും പരിശുദ്ധ കത്തോലിക്ക സഭയാണ്. അത് ബോധ്യം വരണമെങ്കിൽ റോമിലെ ബസലിക്കകളിൽ കടന്നു ചെല്ലണം. അവിടെ കാണുന്ന അസാധ്യമായ പെയിന്റിങ്ങുകൾ, കലാ ആവിഷ്കാരങ്ങൾ, ആർക്കിടെക്ചർ, നമ്മൾ ഈ പറയുന്ന മൈക്കലാഞ്ചലോയുടെ വിഖ്യാത സൃഷ്ടികൾ, പെയിന്റിങ്ങുകൾ, ലിയനാർഡോ ഡാവിഞ്ചിയുടെ ആവിഷ്കാരങ്ങൾ, ഇതെല്ലാം നമ്മൾ എവിടാണ് കാണുന്നത്? ഇതെല്ലാം കാണുന്നത് റോമിലെ ബസിലിക്കകളിലാണ്. എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭ നവോത്ഥാനത്തിന്റെ ഏറ്റവും വലിയ ഒരു രാസത്വരകമായിരുന്നു. കലയുടെ ഒരു വലിയ ആവിഷ്കാരത്തിന്, ആർക്കിടെക്റ്റിന്റെ ഒരു വലിയ ആവിഷ്കാരത്തിന്, സാഹിത്യത്തിന്റെ ആവിഷ്കാരത്തിന് എല്ലാം രാസത്വരകം, കാറ്റലിസ്റ്റ് ആയിട്ട് നിന്നത് കത്തോലിക്ക സഭയാണ്. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്ന ഒരു വലിയ അബദ്ധ പ്രചരണം എന്ന് പറയുന്നത് സഭയുടെ ആ ഒരു ചരിത്രപരമായ നെടുനായകത്വത്തെ വിസ്മരിച്ച് കളയുന്നു, അല്ലെങ്കിൽ അതിനെ തമസ്കരിച്ച് കളഞ്ഞ് ഇത് ഏതോ ശൂന്യതയിൽ നിന്ന് സംഭവിച്ച കാര്യമാണ് നവോത്ഥാനം എന്ന് ചിന്തിക്കുകയും കുറെ നിരീശ്വരവാദികളുടെയും ദൈവനിഷേധകരുടെയും സംവിധാനങ്ങളോട്, അല്ലെങ്കിൽ ഒരു അരാജകത്വത്തിന്റെ വക്താക്കളുടെയും സൃഷ്ടിയാണ് നവോത്ഥാനം എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ഗൂഢശ്രമം നടക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം, ഈ ദേവാലയങ്ങളെ കാണണം. 16-ാം നൂറ്റാണ്ടിൽ 15-ാം നൂറ്റാണ്ടിൽ പണിതീർത്ത ഈ മഹാനിർമ്മിതികളാണ് നവോത്ഥാനത്തിന്റെ രാസത്വരകമായിട്ട്, അതിന്റെ ചാലക ശക്തിയായിട്ട് നിലകൊണ്ടത്. ഇവിടെയാണ് കലയുടെ, ആർക്കിടെക്റ്റിന്റെ, അതുപോലെ തന്നെ ഒക്കെയും വലിയ ആവിഷ്കാരങ്ങൾ ലോകം കണ്ടു തുടങ്ങിയത്, മഹാ ക്ലാസിക്കുകളുടെ ആവിഷ്കാരങ്ങൾ കണ്ടു തുടങ്ങിയത് ഇവിടെയാണ്. ഈ ദേവാലയങ്ങളോട് ചേർന്നാണ് നമ്മൾ വിഖ്യാതമായ ശില്പങ്ങൾ നമ്മൾ കാണുന്നത്. മൈക്കലാഞ്ചലോയുടെ പിയത്ത എന്ന് പറയുന്ന ശില്പം നമ്മൾ കാണുന്നത് നവോത്ഥാന കാലത്തിൽ, ഇന്ന് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലാണ്. അന്ത്യത്താഴവും അതുപോലെ തന്നെ അന്ത്യവിധി തുടങ്ങി അനവധി വിഖ്യാത ചിത്രങ്ങൾ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ലാറ്ററൻ ബസിലിക്ക കലയുടെ ഒരു ഭണ്ഡാരമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. നവോത്ഥാന കാലത്തെ കലയുടെ സകല സൗന്ദര്യവും ഈ ബസിലിക്കയിൽ ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് കത്തോലിക്ക സഭയ്ക്ക് മാത്രമല്ല, ലോകത്തിന് തന്നെ ഒരു വലിയ അമൂല്യമായ ഒരു നിക്ഷേപമായിട്ട് വേണം നമ്മൾ റോമിലെ ബസിലിക്കകളെ നമ്മൾ വിലയിരുത്താൻ. അങ്ങനെ നോക്കുമ്പോൾ അതിലെ പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്ന ഈ ലാറ്ററൻ ബസിലിക്കയിൽ കലയുടെയും ആർക്കിടെക്റ്റിന്റെയും സമൂഹനമായ ഒരു വലിയ ആവിഷ്കാരം, ചരിത്രത്തിൽ നിന്ന് കത്തോലിക്ക സഭ ഈ കാലത്തിന് കൊടുത്ത ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ആണ്, സംഭാവനയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. സകല നവോത്ഥാനത്തിന്റെയും തുടക്കം ബസിലിക്കകളുടെ നിർമ്മിതിയിൽ നിന്നാണ്, പെയിന്റിങ്ങുകളുടെ, ആർക്കിടെക്റ്റിന്റെ, ശില്പകലയുടെ സമൂഹനമായ ആവിഷ്കാരങ്ങൾ തുടങ്ങുന്നതെന്ന് വളരെ അഭിമാനത്തോടെ ഇന്ന് നമ്മൾ പറയണം ജോർജി. ഓക്കെ, നമുക്കൊന്ന് വളരെ പെട്ടെന്ന് നമുക്ക് അവിടെ ലാറ്ററൻ ബസിലിക്കയിലെ ആ ദൃശ്യങ്ങളിലേക്കൊന്ന് വളരെ പെട്ടെന്നൊന്ന് പോകാം. അല്പസമയത്തിനകം തന്നെ ലയോ 14 മാർപ്പാപ്പ തൻ്റെ പരമാചാര്യ കാലഘട്ടത്തിൻ്റെ വളരെ സുപ്രധാനമായിട്ടുള്ള നിമിഷങ്ങൾക്ക് തുടക്കം കുറിക്കാൻ വേണ്ടി അവിടേക്ക് എത്തിച്ചേരും. നിരവധി വിശ്വാസികൾ, നേരത്തെ ബോബിനച്ചൻ റിപ്പോർട്ട് ചെയ്തതുപോലെ ആയിരക്കണക്കിന് വിശ്വാസികൾ, അത് ഇറ്റലിയിൽ നിന്ന് മാത്രമല്ല, റോമിൽ നിന്ന് മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും, ഭാരതം ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് നിരവധി വിശ്വാസികൾ, നിരവധി വൈദികർ, അഭിയൊന്ന് പിതാക്കന്മാരൊക്കെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. റോമ രൂപതയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സുപ്രധാന നിമിഷം കൂടിയാണ്. കാരണം ലയോ 14 മാർപ്പാപ്പ അദ്ദേഹം ആഗോള കത്തോലിക്ക സഭയുടെ പരമാചാര്യനാണ്, ഒപ്പം തന്നെ റോമ രൂപതയുടെ ബിഷപ്പ് കൂടിയാണ്. അതിനാൽ തന്നെ റോമ രൂപതയെ സംബന്ധിച്ച് ഇത് വളരെ ഒരു നിർണായകമായിട്ടുള്ള ഒരു നിമിഷമാണ്, ഒരു ചരിത്ര പ്രാധാന്യമേറിയിട്ടുള്ള ഒരു നിമിഷമാണ്. അദ്ദേഹം അവിടെ ആ ലാറ്ററൻ ബസിലിക്കയുടെ ഉള്ളിൽ സ്ഥിതി ചെയ്തിരിക്കുന്ന ആ ഒരു കത്തീഡ്രയിൽ അദ്ദേഹം ഇരിക്കുന്ന ആ ഒരു നിമിഷം എന്ന് പറയുന്നത് അത് വളരെ ഒരു പ്രാധാന്യമേറിയിട്ടുള്ള ഒരു നിമിഷമാണ്. നമുക്കറിയാം, ഇതിനു മുമ്പ് 2013 ഫ്രാൻസിസ് മാർപ്പാപ്പ ലാറ്ററൻ ബസിലിക്കയിൽ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റലേഷൻ സെറമണിക്ക് ശേഷം അദ്ദേഹം ലാറ്ററൻ ബസിലിക്കയിലേക്ക് നടത്തിയ ആ ഒരു പ്രദക്ഷിണം, അവിടെ അദ്ദേഹം സ്ഥാനമേറ്റെടുക്കുന്നു. അന്ന് ആയിരങ്ങൾ, 10,000 ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന് ആ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. അതുപോലെ തന്നെ ഇന്നും ആയിരങ്ങളും 10,000ങ്ങളും ലാറ്ററൻ ബസിലിക്കയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയ്ക്കാണ് പ്രേക്ഷകർ സാക്ഷ്യം വഹിക്കുന്നത്. ആ ലാറ്ററൻ ബസിലിക്കയുടെ ഉള്ളിലെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെ വൈദികരും സന്യസ്തരും അൽമാരും ഒക്കെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. പ്രാർത്ഥനയോടുകൂടി തന്നെ ആത്മീയമായിട്ടുള്ള ഒരുക്കത്തോടു കൂടി തന്നെ ഈ ഒരു ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാൻ അവർ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു.
മറ്റൊരു പ്രധാനപ്പെട്ട ഒരു മേഖലയിലേക്ക് പോകുമ്പോൾ അച്ഛാ, നമുക്കറിയാം AD 313 മിലാൻ ഡിക്ലറേഷനോട് കൂടി തന്നെയാണ് ക്രൈസ്തവർക്ക് ഒരു ആരാധന സ്വാതന്ത്ര്യം കോൺസ്റ്റന്റൈൻ ചക്രവർത്തി പ്രദാനം ചെയ്തത്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി തന്നെയാണ് ഈ ലാറ്ററൻ കുന്നിലുള്ള ഈ ഒരു സ്ഥലം അന്നത്തെ സിൽവസ്റ്റർ ഒന്നാമൻ മാർപ്പാപ്പയ്ക്ക് സമ്മാനിച്ചത്. പിന്നെ അവിടെ ബസിലിക്ക ഉയരുന്നത് അവിടെയുള്ള ആ മാമോദിസ തൊട്ടി, കോൺസ്റ്റന്റൈൻ ചക്രവർത്തി മാമോദിസ മുങ്ങിയ മാമോദിസ തൊട്ടിയാണെന്ന് അത് പാരമ്പര്യമായി വിശ്വസിക്കപ്പെടുന്നു. അപ്പോൾ ക്രൈസ്തവ ഒരു ആരാധനാ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ക്രൈസ്തവ മതത്തിൻ്റെ, ക്രിസ്തു മതത്തിൻ്റെ ഒരു വളർച്ചയുടെ പല സുപ്രധാനമായിട്ടുള്ള ഏടുകൾക്കും സാക്ഷ്യം വഹിക്കുവാൻ ലാറ്ററൻ ബസിലിക്കയ്ക്ക് സാധിച്ചിട്ടില്ലേ? അതിനെപ്പറ്റി അങ്ങൊന്ന് വിശദീകരിക്കാം. തീർച്ചയായിട്ടും റോമാ സാമ്രാജ്യത്തിൽ, പ്രത്യേകിച്ച് എംപറർ കൾട്ട്, ചക്രവർത്തി പൂജ നിലനിന്നിരുന്ന റോമാ സാമ്രാജ്യത്തിൽ ഒരു ക്രിസ്ത്യാനി ആയിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ക്രിമിനൽ കുറ്റമായി. അപ്പോൾ റോമിൽ ഒരു ക്രിസ്ത്യാനിയായിട്ട് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ഉള്ള ക്രിമിനൽ കുറ്റമാണ്. അവരുടെ സ്വത്തുവകകൾ കോൺഫിസ്കേറ്റ് ചെയ്യാം, കണ്ടുകെട്ടാം, അവരെ പീഡിപ്പിക്കാം, ഏതു തരത്തിലുള്ള അട്രോസിറ്റിക്കും അവരെ വിധേയരാക്കാം. അങ്ങനെ ഭീതിയിലായിരുന്ന, പീഡനത്തിലായിരുന്ന, നീണ്ട നൂറ്റാണ്ടുകൾ കഴിഞ്ഞിരുന്ന ക്രൈസ്തവ സമൂഹത്തിന് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ മാനസാന്തരം, അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ മാൽവിയൻ യുദ്ധത്തിനിടയിൽ അദ്ദേഹം കാണുന്ന ഒരു വിഷനിൽ ഈ അടയാളത്തിൽ യുദ്ധം ചെയ്യാൻ പറഞ്ഞ ചക്രവാളങ്ങളിൽ കുരിശടയാളം അദ്ദേഹം കാണുകയും അത് അദ്ദേഹം കൊടികളിലും പതാകകളിലും തുന്നിച്ചേർത്ത് അദ്ദേഹം യുദ്ധത്തിൽ ഏർപ്പെടുകയും അത്ഭുതകരമായി വിജയിക്കുകയും ചെയ്യുന്നു. പിന്നീടാണ് ചരിത്രപ്രസിദ്ധമായ മിലാൻ എഡിക്റ്റ് അവിടെ ചെയ്യുന്നത്, കോൺസ്റ്റന്റൈൻ ചെയ്യുന്നത് കത്തോലിക്ക സഭയെ നിയമവിധേയമാക്കുന്നു, ലീഗലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് കോൺസ്റ്റന്റൈൻ ചെയ്ത കാര്യം. അദ്ദേഹം ഇനിമേൽ ക്രിസ്ത്യാനി ആയിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ക്രിമിനൽ കുറ്റമല്ല. അങ്ങനെ ഒരു സോഷ്യൽ ഡിഗ്നിറ്റി ക്രിസ്ത്യാനികൾക്ക് കിട്ടുന്നു. പിന്നീട് കോൺസ്റ്റന്റൈൻ, അദ്ദേഹത്തിന്റെ കുടുംബം, അദ്ദേഹത്തിന്റെ അമ്മ, ഇവരൊക്കെ ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുന്നതോടുകൂടി ചക്രവർത്തിയുടെ റോമ അധികാര കേന്ദ്രത്തിന്റെ ഒരു പിൻബലമുള്ളത് കൊണ്ട് അടിച്ചമർത്തപ്പെട്ടിരുന്ന, അണ്ടർഗ്രൗണ്ടിൽ കഴിഞ്ഞിരുന്ന പീഡിത സഭ ഉണർന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അത് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വരാനിടയാവുകയും ചെയ്തു. അവിടെ ആരാധന സ്വാതന്ത്ര്യം കിട്ടി. ഒരു ക്രിസ്ത്യാനിക്ക് ശിരസ്സുയർത്തിപ്പിടിച്ച് റോമിന്റെ തെരുവിലൂടെ നടക്കാൻ പറ്റും, പരസ്യമായിട്ട് ഒരുമിച്ച് കൂടാൻ പറ്റും. ഇങ്ങനെ ഒരു വലിയ മാറ്റമുണ്ടാവുന്നത് കോൺസ്റ്റന്റൈൻ ഈ ക്രൈസ്തവ വിശ്വാസത്തെ ലീഗലൈസ് ചെയ്യുമ്പോഴാണ്. എന്നാൽ റോമ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക മതമായിട്ട് കത്തോലിക്ക മതം മാറുന്നത് തേഡോർ ഒന്നാമൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിലാണ്. അപ്പോൾ കോൺസ്റ്റന്റൈൻ ചെയ്യുന്നത് ഇതിനെ ലീഗലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന ലാറ്ററൻ ബസിലിക്ക അടക്കം അദ്ദേഹത്തിന്റെ ഒരു പട്രോണേജിൽ, അദ്ദേഹത്തിന്റെ ഒരു രക്ഷാധികാരിയിൽ കർത്തൃത്വത്തിൽ ആണ് അതിന്റെ നിർമ്മിതിയും പിന്നീട് സഭയുടെ ഒരു പുരോഗതി എല്ലാം നടക്കുന്നത്. തീർച്ചയായിട്ടും കോൺസ്റ്റന്റൈന്റെ മാനസാന്തരത്തിന് ആ രാജകുടുംബത്തിന്റെ പിന്തുണയ്ക്കൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ജ്ഞാനസ്നാനം സ്വീകരിച്ചു എന്നുള്ളത് മാത്രമല്ല, AD 324 ആരംഭിക്കുന്ന ഈ ഒരു ദേവാലയത്തിലെ ബാപ്റ്റിസ്റ്ററി അഥവാ മാമോദീസ തൊട്ടി എന്ന് പറയുന്നത് അതിന്റെ പൗരാണികതകളുണ്ട്. ഏറ്റവും സവിശേഷമായ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റുന്നുണ്ട്. അതിന്റെ പൗരാണികതയുണ്ട്. എത്രയോ ആയിരക്കണക്കിന് മനുഷ്യർ, വിഖ്യാതരായിട്ടുള്ളവർ, രാജകുടുംബാംഗങ്ങൾ, പ്രഭുക്കൾ, ഭരണാധികാരികൾ അവിടെ മാമോദീസ മുങ്ങി മിശിഹായിൽ പുനർജനിച്ച സ്ഥലമാണ് അത്. അപ്പോൾ അതിന്റെ ആ ചരിത്രപരമായ പ്രാധാന്യത്തെയാണ് നമ്മളത് ഓർമ്മിക്കുന്നത്. ഒരു മിശിഹായിൽ എത്രയോ മനുഷ്യർ ആയിരക്കണക്കിന് വർഷങ്ങളിൽ പുതിയ സൃഷ്ടിയായി മാറിയതിന്റെ ചരിത്ര സ്മാരകമാണ് ബാപ്റ്റിസ്റ്ററി എന്ന് പറയുന്നത്.